അടി നടക്കണ്ടല്ലോ. ശാലു വാ, നമുക്ക് അവിടെ പോയി അടുത്തുനിന്ന് കാണാം. ലച്ചു, നീ ഇവിടെ വന്നേ, അങ്ങോട്ടൊന്നും പോണ്ട. എന്തിനാ വെറുതെ ഇവിടെ നിന്ന് കണ്ടാ മതി. അല്ലെങ്കിൽ വാ, ക്ലാസ്സിലേക്ക് പോവാ. നീ വേണേ ക്ലാസ്സിൽ പോകോ, ഞാൻ അടി കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ. ലച്ചു പോയോ ഈ പെണ്ണ്? ഈശ്വര, അയാൾ ഇങ്ങോട്ടാണോ വരുന്നു? ഇങ്ങോട്ട് പോടാ. സച്ചി, സച്ചി നല്ല പേരാണല്ലോ. എന്താടി ആകാശം നോക്കി വാ പൊളിച്ച് നിക്കണ്? വായോ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. പോവാ, വായോ. എന്റെ മോളെ, അടി നീ ഒന്ന് കാണേണ്ടതായിരുന്നു. എന്ത് രസമായിരുന്നു കാണാൻ. എനിക്ക് അത്ര വലിയ രസങ്ങളൊന്നും വേണ്ട. നീ ഇങ്ങോട്ട് വന്ന് ഇപ്പൊ തന്നെ നേരം വൈകിക്കുന്നു. ശാലു, എടി അങ്ങോട്ട് നോക്ക്. ഞാൻ പറഞ്ഞ ഏട്ടനത് അവിടെ നിൽക്കണോ? ഇവക്ക് ഈ സച്ചി എന്ന് പറയുന്ന ഏട്ടനെയാണോ ഇഷ്ടം? ഇത് ശാലു ആയിട്ട് ഇവിടെ കോളേജിലായി. ഇനി ഞാനൊരു കൂടെ പൊളിക്കും. ആ ചേട്ടൻ്റെ ഫോൺ നമ്പറും അഡ്രസ്സും പേരും ക്ലാസ്സും ഒക്കെ ഭദ്ര കണ്ടുപിടിക്കും. നീ നോക്കിക്കോ. നീ അത് കണ്ടുപിടിക്കുന്ന എനിക്ക് അറിഞ്ഞൂടി. ചെറുപ്പത്തിൽ പോലെ തുടങ്ങിയതല്ലേ നിന്റെ ഈ സ്പൈക്കണി. ഓടി വാ, നമുക്കിനി ക്ലാസ്സിലേക്ക് പോവാം. എടി ശ്രീക്കുട്ടി, ഇപ്പൊ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എടുക്കല്ലേ, മറ്റുള്ളവർക്ക് തിന്നണ്ടേ? എന്തമ്മ, ഒന്നല്ലേ കഴിച്ചുള്ളൂ. ഇതൊക്കെ സന്തോഷിന്റെ ഭാര്യമായി തിരിക്കാനല്ലേ. എന്റെ ഏട്ടനെ കുറ്റം പറഞ്ഞവർക്ക് എന്താ നമുക്ക് കൊടുക്കണല്ലേ? എന്ത് ചെയ്യാനാടി, അയാൾക്ക് ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിലോ നിന്റെ അച്ഛൻ അത് പറഞ്ഞ എന്റെ മെക്കെട്ട് കയറുക. അതുകൊണ്ട് ഉണ്ടാക്കുന്നത്. എന്താ ഏട്ടനോടൊരു സ്നേഹം. ആ ചക്കര കണ്ട കടിച്ചു തരാൻ നിൽക്കണ പെണ്ണ. അവനൊന്ന് പോയപ്പോ എന്തൊരു വിഷമം എന്റെ മോൾക്ക്. എന്തൊക്കെ പറഞ്ഞാലും അവനില്ലാതെ പോസ്റ്റ് അമ്മ, അതുകൊണ്ടല്ലേ. അറിയാടി, ചെറുപ്പം മുതലേ അവന്റെ തോളിൽ തൂങ്ങി നടക്കില്ലേ നീ. നിന്നൊന്ന് ചീത്ത പറയാൻ പോലെ എന്നെ അച്ഛനെ അവൻ സമ്മതിച്ചിട്ടുണ്ടോ? അമ്മ എന്നാ വെറുതെ ഇമോഷണൽ ആക്കല്ലേ അമ്മ. നമുക്ക് ആ സന്തോഷിന്റെയും അർജുനായിട്ടൊക്കെ ഫുഡില് വിമ്മ ഇറക്കി കൊടുത്താലോ? ശ്രീകുട്ടി, അതൊരു നല്ല ഐഡിയ ആണ്. നമുക്കിനി ട്രൈ ചെയ്യാട്ടാ. അമ്മ, നീ വന്നാ, നീ ഇരിക്കേ, ഞാൻ ചായ എടുക്കാ കുടിക്കാന്. ഏട്ടൻ വീട്ടിക്ക് രാവിലെ വരാതിരുന്നേ? എന്തിനാ കൊറേ വന്നിട്ട്? നിന്റെ തീരുമാനം കാണാനോ? ഒന്ന് പോടി. എന്താണ് നിന്നെ കാണാണ്ട് കാറ്റ് വെയിലും പോലെ നടക്കിയിരുന്നു എന്റെ കൊച്ചി. എന്നിട്ട് അതിനോടാണ് അവിടെ ഇങ്ങനെയൊക്കെ പറയണേ? ഇതൊക്കെ വെറുതെ പറയാൻ നിങ്ങൾക്ക് രണ്ടാൾക്കും അറിയാം. അല്ല, എവിടെ പോയി നിങ്ങളുടെ കെട്ടിയവനും കൂട്ടുകാരനൊക്കെ? അവര് പലിശ വാങ്ങാൻ പോയിരിക്കുക. അർജുനും പിന്നെ ഇവിടെ ഉണ്ട്. ആനി പിന്നെ പോയി. ശരി, ഞാൻ പോയി കുളിക്കട്ടെ. ഇതാ സാറേ പൈസ. ഒരു 500 രൂപയുടെ ഷോർട്ടേജും കൂടെ ഉണ്ട്. ഞാൻ മുന്നേ പറഞ്ഞതല്ലേ ഇന്ന് വരുന്നു. അപ്പൊ ഇന്നത്തേക്കുള്ളിൽ പൈസ സംഘടിപ്പിക്കണ്ടേ? അറിയാ സാറേ, 2 ജോലി എടുത്തിട്ട് എത്ര പൈസ ഞാൻ ഒപ്പിച്ച്. അടുത്ത പലിശക്ക് വരുമ്പോ അതിൽ കൂട്ടിത്തരാം. നിങ്ങൾ വില്ലേണ്ട പെണ്ണുങ്ങളല്ലേ, പിന്നെ പൈസ ഉണ്ടാക്കാനാണ് ഇത്ര ബുദ്ധിമുട്ട്? എത്രയൊക്കെ കഷ്ടപ്പെടേണ്ടി വന്നാലും അങ്ങനെ ജീവിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല സാറേ. പൈസ എത്രയാണെന്ന് പറ, ഞാൻ തന്നെ സഹായിക്കാം. ഇവരുടെ പൈസ തരാൻ താനാരാ? എന്റെ കൂട്ടുകാരന്റെ ഭാര്യ. അവർക്കൊരാവശ്യം വന്നാൽ എന്റെ ആവശ്യം പോലെ തന്നെ. എത്ര രൂപയുടെ ഷോർട്ടേജ് ആണെന്ന് പറഞ്ഞാൽ മതി. 500 രൂപ. ഇതാ ഇപ്പൊ മൊത്തമായാലോ. ഇനി ഇവരെ ഇത് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കരുത്. പണ്ട് എന്റെ കൂട്ടുകാരൻ കടം വാങ്ങിച്ചതിന്റെ പേരിൽ ഇവരെന്നും അനുഭവിച്ചുകൊണ്ടിരിക്കും. ഇനി ഇവരെ ശല്യം ചെയ്യരുത്. ഇതിനൊക്കെ നന്ദി ഞാൻ എങ്ങനെ പ്രകടിപ്പിക്കുക ഭാസ്കര? പൈസ കിട്ടുമ്പോ ഉടനെ അത് ഭാസ്കരന് തരണ്ട്. പിന്നെ ആ പൈസ കിട്ടിയില്ലെങ്കിൽ എന്റെ വീട്ടിൽ അരി വേവില്ലല്ലോ അല്ലെ? ഒന്ന് പോടി പെണ്ണെ. വന്നോ അച്ഛന്റെ ചിരി കൊടുക്ക. അല്ല, ശാലുമോൾ എന്തിയേ? ശാലു, നീ വന്നേ, നിനക്കൊരു കാര്യം കാണിച്ചു തരാനുണ്ട്. ഇതെന്നാ കോളേജിലുള്ള സച്ചി എന്ന് പറഞ്ഞ ഏട്ടനല്ലേ? എന്താ ഇപ്പൊ ഏട്ടനെ പറ്റിയൊരു സ്വപ്നം? അയ്യോ, അങ്ങനെയൊന്നും ചിന്തിച്ചൂടാ. ലച്ചുവിന് ഇഷ്ടമുള്ളതല്ലേ? ഷോ,